വീണ്ടും പോരിനോ എന്നാണ് ചോദ്യം. രാജ്ഭവനും സർക്കാരും പ്രതിപക്ഷവും ഒരുമിച്ച് ഇപ്പോൾ പോർമുഖത്തേക്ക് എത്തിയോ എന്നാണ് ചോദ്യം. സുജയ, ഇവിടെ വീണ്ടും പോരിനോ എന്നുള്ളതിൽ നേരത്തെ നമ്മൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന രീതിയിലുള്ള ഒരു പോരിലേക്ക് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ എന്ന ഗവർണർ പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അങ്ങനെ പോർമുഖം തുറക്കുന്ന ഒരു ശൈലിയല്ല അദ്ദേഹം നേരത്തെ ഇരുന്ന സംസ്ഥാനങ്ങളിലായാലും. പൊതുവെ അദ്ദേഹത്തിൻ്റെ ഒരു രീതി വെച്ചും രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അങ്ങനെ ഒരു യുദ്ധത്തിന് പോകുന്ന ആളല്ല. മാത്രമല്ല അദ്ദേഹം ഇവിടേക്ക് ഗവർണർ ആയി സ്ഥാനമേൽക്കാൻ വരുന്ന സമയം മുതൽ സർക്കാരും പറഞ്ഞത് എന്താണ്, മുഖ്യമന്ത്രി അടക്കം അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്, ഒരു സമവായത്തിലൂടെ പോകുന്ന അല്ലെങ്കിൽ ഒരു പുതിയ രീതിയായിരിക്കും സംസ്ഥാനത്ത് ഇനി മുതൽ കാണാൻ പോവുക എന്നതാണ്. ഇവിടെ നോക്കൂ, ഇവിടെ ഗവർണർ ഒരിക്കലും നേരിട്ട് ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നു നമ്മുടെ ഗവർണറെങ്കിൽ അദ്ദേഹം പ്രതികരിച്ച് കഴിയേണ്ട സമയമായിരിക്കുകയാണ്. കാരണം ഇത്രയും വിമർശനങ്ങൾ വരുമ്പോൾ MA ബേബിയുടെ വിമർശനം CPIMന്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയിലുള്ള വിമർശനമാണ്. ആ വിമർശനം വന്ന 1-2 മണിക്കൂറിനുള്ളിൽ തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം ഗവർണർ ആയിരുന്ന സമയത്താണെങ്കിൽ അദ്ദേഹം പ്രതികരിച്ചേനെ. പക്ഷേ ഇവിടെ അദ്ദേഹം വളരെ സൈലന്റ് ആണ്. ഈ ഇന്റർവ്യൂ കൊടുത്തതല്ലാതെ മറ്റ് പ്രതികരണങ്ങളൊന്നും നമ്മൾ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിൽ നിന്ന് കാണുന്നില്ല. അതുകൊണ്ട് സ്റ്റേറ്റുമായി അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ ഒഫീഷ്യൽസുമായി, അതായത് മുഖ്യമന്ത്രിയുമായോ മന്ത്രിമാരുമായോ അങ്ങനെ ഒരു നേർക്കുനേർ പോരാട്ടത്തിന് പോകാനുള്ള സാധ്യത കുറവാണെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു നേച്ചർ അല്ലെങ്കിൽ ഇതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തനം വെച്ച് എൻ്റെ ഒരു വിലയിരുത്തൽ. ഇവിടെ സുപ്രീം കോടതിക്കെതിരെ നേരിട്ട് വിമർശനം ഉന്നയിക്കുകയാണ്. അപ്പോൾ ഉണ്ണിസാർ അതിലെ കുറേ ഫാക്ടേഴ്സൊക്കെ ചൂണ്ടിക്കാട്ടി. ഇതിൽ സുപ്രീം കോടതിക്കെതിരെ അദ്ദേഹം വിമർശനം ഉന്നയിക്കുമ്പോൾ അദ്ദേഹം എടുത്ത് കാട്ടിയിരിക്കുന്ന പോയിന്റിൽ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു വ്യവസ്ഥയുണ്ട് എന്നത് മനസ്സിലാക്കിക്കൊണ്ട്, അതായത് ലീഗൽ അഡ്വൈസ് തേടിയതിന് ശേഷമാണ് അദ്ദേഹം ഈ ഇൻ്റർവ്യൂ കൊടുത്തിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് ഹിന്ദുസ്ഥാൻ ടൈംസിന് കൊടുത്തിരിക്കുന്ന അഭിമുഖം എന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെ ഈ തമിഴ്നാട് ഗവർണർക്കെതിരായ വിധി വന്നതിന് ഒരു ദിവസം കൂടി കഴിഞ്ഞതിന് ശേഷമാണ് ഈ അഭിമുഖം. അപ്പോൾ കൃത്യമായി വിവരങ്ങൾ, ഇതിൻ്റെ സാധ്യതകൾ അതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷമുള്ള ഒരു അഭിമുഖമാണ്. അല്ലാത്ത പക്ഷം അദ്ദേഹം ഇങ്ങനെ നാഷണലി വായിക്കപ്പെടുന്ന ഒരു തരത്തിലുള്ള ഒരു അഭിമുഖം, കേരളത്തിലല്ല അദ്ദേഹം അഭിമുഖം കൊടുക്കുന്നത്, ഹിന്ദുസ്ഥാൻ ടൈംസിനാണ്. അപ്പോൾ ആ അഭിമുഖം കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ വ്യക്തമാണല്ലോ, എല്ലാവരിലേക്കും ഇത് എത്തണം. ഇത് RN രവി പറയുന്നതിനേക്കാൾ കേരളത്തിലും ഈ സമാനമായ സാഹചര്യമാണ്, അല്ലെങ്കിൽ RN രവിക്ക് മാത്രമായിട്ടുള്ള ഒരു ഓർഡർ അല്ല, പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ നേരിടുന്ന ഈ കോൺഫ്ലിക്റ്റ് അവസാനിപ്പിക്കുന്നതിലേക്ക് നയിക്കുന്ന ഒരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ് എന്ന രീതിയിൽ അത് വിലയിരുത്തപ്പെട്ടു. ആ വിധി വന്ന് തൊട്ടടുത്ത ദിവസം, ഇപ്പോൾ നമ്മൾ 3-4 ദിവസമാണ് ഈ സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഇന്റർവ്യൂ ഇന്ന് വരുന്നത് അത് യാദൃശ്ചികമാണെന്ന് ഞാൻ കരുതുന്നില്ല. അതൊരു കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു മൂവ് തന്നെയാണ്. ഒരു പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം അത് ഗവർണറിലൂടെ ഒരു അഭിമുഖത്തിന്റെ രൂപത്തിൽ പുറത്തേക്ക് വരുന്നു എന്ന് വേണം വിലയിരുത്താൻ. ഇവിടെ ജസ്റ്റിസ് JB പദ്ദിവാല ഒപ്പം ജസ്റ്റിസ് R മഹാദേവൻ ഇവരുടെ ഈ 2-അംഗ ബെഞ്ച് വിധി പറഞ്ഞതിനെയാണ് അദ്ദേഹം ഡിസ്പ്യൂട്ട് ചെയ്യുന്നത്. അതായത് ഈ 2-അംഗ ബെഞ്ചിന്റെ സാധ്യതകൾ എത്രത്തോളമാണ്, അല്ലെങ്കിൽ ഈ 2-അംഗ ബെഞ്ചിന് ഇങ്ങനെയൊരു വിഷയത്തിൽ വിധി പറയുന്നതിനായിട്ടുള്ള മെറിറ്റ് ഉണ്ടോ, ആ മെറിറ്റിലേക്കാണ് അദ്ദേഹം പോകുന്നത്. അല്ലാതെ RN രവിയെ ന്യായീകരിക്കാനോ അല്ലെങ്കിൽ RN രവിക്കെതിരായ ജഡ്ജ്മെന്റിനെ വിമർശിക്കാനോ, അതായത് രാഷ്ട്രീയ വിമർശനത്തിലേക്ക് നമ്മുടെ ഗവർണർ പോയിട്ടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് ഞാൻ മുൻ ഗവർണറായിരുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെയും അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ നമ്മുടെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിൻ്റെയും ആ ഒരു വേ ഓഫ് അപ്രോച്ചിലെ ഡിഫറൻസ് മനസ്സിലാക്കുന്നത്. നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും. വേണമെങ്കിൽ അദ്ദേഹത്തിന് സ്ട്രെയിറ്റ് ആയി തമിഴ്നാട് ഗവർണർക്കെതിരായ വിധി അത് ശരിയായില്ല എന്ന് പറഞ്ഞു, പക്ഷേ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റേ അഭിമുഖത്തില്ല. അഭിമുഖം മുഴുവൻ എടുത്തൊന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹം പറയുന്ന പോയിന്റ് എന്താണ്, അദ്ദേഹം വളരെ ഫോക്കസ്ഡ് ആണ്. ഭരണഘടനയിൽ സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. കാരണം ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറയുന്നതിൻ്റെ സാധ്യതകൾ പരമാവധി ഉപയോഗിക്കുകയായിരുന്നു ഗവർണർമാർ എന്നുള്ളതും നമ്മൾ കണ്ട കാര്യമാണ്. ഈ 2 ജഡ്ജിമാരിരുന്ന് എങ്ങനെയാണ് സമയപരിധി ഉണ്ടാക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചോദ്യം. പിന്നെ 3-2 ഭൂരിപക്ഷത്തോടെ പാർലമെന്റിന്റെ 2 സഭകളും ഭരണഘടനയിൽ ഭേദഗതി വരുത്താൻ, ഭരണഘടനയിൽ ഒരു പൊളിച്ചെഴുത്ത് കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് പകരം ആ അധികാരം കൂടി സുപ്രീം കോടതി ഏറ്റെടുക്കുന്നത്, അല്ലെങ്കിൽ ഈ 2-അംഗ ബെഞ്ച് ഏറ്റെടുക്കുന്നത് ശരിയല്ല എന്നാണ് ഗവർണർ പറയുന്നത്. അപ്പോൾ അവിടെ ഒരു തർക്കത്തിനുള്ള അല്ലെങ്കിൽ ഡിസ്പ്യൂട്ട് ചെയ്യപ്പെടേണ്ടതായ ഒരു ഫാക്ടർ അവിടെയുണ്ട്, ഒരു നിയമപ്രശ്നം അവിടെയുണ്ട്. ആ നിയമപ്രശ്നത്തിലാണ് അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത്. അല്ലാതെ സർക്കാരിനെതിരെയോ അല്ലെങ്കിൽ കേരളത്തിലെയോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെയോ ചീഫ് മിനിസ്റ്ററിനെതിരെയോ അല്ലെങ്കിൽ മിനിസ്റ്റേഴ്സിനെതിരെയോ അദ്ദേഹം ഒന്നും പറയുന്നില്ല ഈ അഭിമുഖത്തിൽ ഉടനീളം. ഇവിടെ ഈ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് എത്രത്തോളം മോശമായിരിക്കുന്നു എന്നതുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ കാണേണ്ടതുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് ഒരു സഹകരണ ഫെഡറലിസം പോയിട്ട് ഒരു സൗഹൃദാന്തരീക്ഷം പോലും ഇല്ലാത്ത രീതിയിലേക്ക് തമിഴ്നാട്ടിൽ മാറിക്കഴിഞ്ഞിരുന്നു. ഗവർണറായി ഡോക്ടർ RN രവി വന്നതിന് ശേഷം വലിയ ഫൈറ്റിലേക്ക് സ്റ്റാലിൻ പോകുന്നത് നമ്മൾ കണ്ടു. അത് കുറേ കാലങ്ങളായി ഒരു ലോങ് പെൻഡിംഗ് ആയി നിൽക്കുന്നതിന് ഒരു പരിഹാരമാകുന്നത് പോലെയാണ്. ഇപ്പോൾ അവർ ആ നിയമങ്ങളെല്ലാം വിജ്ഞാപനം ചെയ്തുകൊണ്ടും ഇറക്കുകയും ചെയ്തിരിക്കുകയാണ്. ഗസറ്റ് വിജ്ഞാപനവും വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ സംസ്ഥാനങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓട്ടോണമി, അതോടൊപ്പം തന്നെ സംസ്ഥാനങ്ങൾക്ക് എത്രത്തോളം അധികാരം എടുക്കാൻ സാധിക്കും, ഗവർണർ എന്ന് പറയുന്നത് ഒരു നെസസിറ്റി ആണോ തുടങ്ങി എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള ലാർജർ ക്വസ്റ്റ്യൻസിലേക്ക് ഇപ്പോൾ പാർലമെന്റിൽ തന്നെ ചർച്ചകളിലേക്ക് പോകാനുള്ള ഒരു സാധ്യത തുറക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ അഭിമുഖം എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം മുന്നോട്ട് പോകുമ്പോൾ ഈ
പ്രതിപക്ഷ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഭരണം കൈയാളുന്ന പാർട്ടികൾക്ക് അല്ലെങ്കിൽ അവരുടെ ലീഡേഴ്സിന് എല്ലാവർക്കുമുള്ള കോമൺ ഇഷ്യൂ എന്താണ്? ഗവർണറെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഗവർണറുടെ പ്രശ്നം എന്താണ്? ഗവർണർ എന്ന് പറയുന്നത് അവിടെ കൃത്യമായി കാര്യങ്ങൾ നടപ്പാക്കാൻ സാധിക്കുന്നില്ല, എപ്പോഴും ഈ വിലങ്ങുതടിയെ നിൽക്കുന്നയാളെന്ന പഴി കേൾക്കുന്നു. അപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരത്തിലേക്ക് പോകാൻ ഒരു പാർലമെന്ററി ഡിബേറ്റിലേക്ക് എത്തുമോ എന്നതാണ് നമ്മൾ നോക്കേണ്ടത് എന്നതാണ് ഇതിലെ രണ്ടാമത്തെ ആംഗിൾ. ഒരു ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരാനായി NDA സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ടോ? അതാണ് മൂന്നാമത്തെ കാര്യം. ആ ഭരണഘടനാ ഭേദഗതിയിലേക്ക് പാർലമെന്റിൽ 3/2 ഭൂരിപക്ഷത്തോടെ ഭരണഘടനാ ഭേദഗതി ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല തർക്ക വിഷയങ്ങളായ പലതിലും കൊണ്ടുവരാനുള്ള നീക്കമുണ്ടോ? രാഹുൽ ഗാന്ധിയൊക്കെ ആരോപിക്കുന്ന ഭരണഘടന മാറ്റിയെഴുതും പൊളിച്ചെഴുതും എന്ന് പറയുന്ന കാര്യത്തിലേക്ക് വരെ ചർച്ചകൾ കൊണ്ടുപോകാവുന്ന രീതിയിൽ കേൾക്കൂ. 3/2 ഭൂരിപക്ഷം അത് ഇനിയിപ്പോൾ എന്തായാലും താങ്കളുടെ ഇന്ത്യ മുന്നണി, താങ്കൾ പിന്തുണയ്ക്കുന്ന ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാനൊന്നും പോകുന്നില്ല. ഇപ്പോൾ 3/2 ഭൂരിപക്ഷം ഇല്ലെങ്കിൽ അടുത്ത 1 നേഷൻ 1 ഇലക്ഷനിൽ 3/2 അല്ല, ചിലപ്പോൾ മൊത്തം അങ്ങ് എടുത്തെന്ന് വരും. അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. മനസ്സിലിരിപ്പിനിയും പോയിട്ടില്ല. ശരി, ഓക്കെ. എന്തായാലും NDA മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൽ എനിക്ക് ഒളിച്ചു കടത്താനൊന്നുമില്ല. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇവിടെ ഈ ഡെഫിനിറ്റ് ആയിട്ടുള്ള ടൈം ലൈൻ ആണല്ലോ വിഷയം. അപ്പോൾ ആ ഡെഫിനിറ്റ് ആയിട്ടുള്ള ടൈം ലൈനും ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ടൈം ലൈനും അതിന് ഒരു പാർലമെന്ററി പ്രൊസീജിയറിലൂടെ മാത്രമല്ലേ മാറ്റം കൊണ്ടുവരാൻ കഴിയൂ. സുപ്രീം കോടതിക്ക് ഇപ്പോൾ ഈ തമിഴ്നാട് ഗവർണറുടെ വിഷയത്തിൽ ഇടപെടാം. അതിലൊരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ്, അതിന് നല്ല കയ്യടി കിട്ടും. പക്ഷേ മറ്റു വിഷയങ്ങൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. ഈ ഒരു ജഡ്ജ്മെന്റിനെ ബേസ് ചെയ്തുകൊണ്ട് കേരളത്തിലും ഇത് ആപ്ലിക്കബിൾ ആണെന്ന് പറയുമ്പോൾ ഗവർണർ ഈ ഒരു നിയമപ്രശ്നം ചൂണ്ടിക്കാട്ടുന്നു, കേന്ദ്ര സർക്കാർ ഈ നിയമപ്രശ്നം ചൂണ്ടിക്കാട്ടുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് കേന്ദ്രത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആണ് ഗവർണർ എന്നുണ്ടെങ്കിൽ ഇത് കേന്ദ്രവുമായി കൺസൾട്ട് ചെയ്ത് ലീഗൽ അഡ്വൈസ് ഒക്കെ എടുത്തതിന് ശേഷം കൊടുത്തൊരു ഇന്റർവ്യൂ തന്നെയാകാനാണ് സാധ്യത എന്നുള്ളതാണ്. രാഷ്ട്രപതിക്ക് സമയപരിധി നിശ്ചയിച്ചിരിക്കുന്നു. ഇത്ര സമയത്തിനുള്ളിൽ കാര്യങ്ങൾ ചെയ്യണം. ഓർഡിനൻസിന്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ ഗവർണേഴ്സ് അയക്കുന്ന ബില്ലുകളുടെ കാര്യത്തിലെല്ലാം രാഷ്ട്രപതിക്ക് സമയപരിധി നിശ്ചയിക്കുന്നു. രാഷ്ട്രപതിക്ക് സമയപരിധി നിശ്ചയിക്കാനായിട്ട് സുപ്രീം കോടതിക്ക് കഴിയുമോ? അപ്പോൾ ഭരണഘടനയുടെ 201 വകുപ്പ് എന്താകും? 201 വകുപ്പ് അനുസരിച്ചുകൊണ്ട് ബില്ലിലെ രാഷ്ട്രപതിയുടെ തീരുമാനത്തിന് സമയപരിധി ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു സമയപരിധി അവിടെയും നിശ്ചയിച്ചിട്ടില്ല. ഗവർണറുടെ ആസൂണാസ് മാത്രമല്ല രാഷ്ട്രപതിയുടെയും ഈ സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. 201 വകുപ്പ് അതേപടി അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ മാറ്റങ്ങൾ കൊണ്ടുവരുമോ, ഭേദഗതി കൊണ്ടുവരുമോ എന്നുള്ള കാര്യമുണ്ട്. അപ്പോൾ ഈ 201 വകുപ്പ് നിൽക്കുമ്പോൾ കോടതിക്ക് ഇങ്ങനെ ഒരു നിർദ്ദേശം രാഷ്ട്രപതിയുടെ മേൽ വെക്കാൻ സാധിക്കുമോ? അതും ഒരു നിയമപ്രശ്നമാണ്. അക്കാര്യത്തിലും ലീഗലി അത് ഒരുപക്ഷെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ടോ എന്നൊക്കെ ആയിരിക്കാം ഗവർണർ ഈ അഭിമുഖത്തിൽ പറഞ്ഞതിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ തമിഴ്നാട് ഗവർണറുടെ കാര്യത്തിലേക്ക് വന്നാൽ, തമിഴ്നാട് നിയമസഭ ആദ്യം അയച്ച ബില്ലല്ല, പുനഃപരിശോധനയ്ക്ക് ശേഷവും അദ്ദേഹം ആക്ട് ചെയ്തതാണ്. അതിനെ ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് നമ്മുടെ ഗവർണർ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ അഭിമുഖത്തിൽ. അതായത് പുനഃപരിശോധനയ്ക്ക് ശേഷം തടഞ്ഞുവെച്ച് 200-ാം അനുച്ഛേദത്തിന്റെ ലംഘനമാക്കിയ ആ നടപടിയെ ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ അതേക്കുറിച്ച് കമന്റ് ചെയ്യുകയോ ഈ അഭിമുഖത്തിൽ ചെയ്തിട്ടില്ലല്ലോ. മാത്രമല്ല ഗവർണർ മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ച് പ്രവർത്തിക്കണം. പറയുന്നുണ്ട്. കാര്യം നിങ്ങൾ കോടതിയിൽ എത്ര ബില്ലുകൾ കെട്ടിക്കിടക്കുന്നു, ഗവർണർക്കും അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവില്ല. ബില്ലുകളല്ല, കേസുകളുടെ കാര്യമാണ് പറഞ്ഞത്. അത് കോടതിക്കെതിരായ വിമർശനമാണ്. ഞാൻ പറഞ്ഞത് ആർ.എൻ. രവിയുടെ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത്. ആർ.എൻ. രവിയെ ഡയറക്ട്ലി സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ആർ.എൻ. രവിയുടെ നടപടിയെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടുള്ള ഈ ഉത്തരവിനെ എതിർക്കുന്ന രീതിയിലല്ല, ആ ഉത്തരവിന് വേണ്ടി ഉപയോഗിച്ച അധികാരത്തെയാണ് അദ്ദേഹം വിമർശിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ പശുവിനെ കൊണ്ട് തെങ്ങിൽ കെട്ടിയിട്ട് തെങ്ങിനെ കുറിച്ച് ഉപന്യാസം എഴുതുന്നത് പോലെയാണ്, തെങ്ങിലാണ് അദ്ദേഹം അടിച്ചിരിക്കുന്നത്. അത് ക്ലിയർ അല്ലേ? അപ്പോൾ ഈ കാര്യത്തിൽ നിയമപരമായി മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് നടക്കുന്നുണ്ട് എന്നത് വ്യക്തമാണ്. അതിന്റെ ഒരു സൂചന ഗവർണർ ഈ അഭിമുഖത്തിലൂടെ നൽകിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഗവർണർക്ക് വിവേചനാധികാരമില്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ രാഷ്ട്രപതിയുടെ കാര്യത്തിലും അങ്ങനെ പറയാൻ സുപ്രീം കോടതിക്ക് സാധിക്കുമോ എന്ന കാര്യത്തിൽ കോടതി തന്നെ ഒന്നുകിൽ ഒരു ക്ലാരിറ്റി വരുത്തണം. കോടതി അതിൽ ക്ലാരിറ്റി ഒന്നും വരുത്തിയിട്ടില്ല. സമയപരിധി ഇല്ല എന്നത് മാത്രമാണ് കോടതിയുടെ ഉത്തരവിൽ പറയുന്നത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഈ വൈസ് ചാൻസലർ നിയമനം അടക്കമുള്ള വിഷയങ്ങളാണല്ലോ. അതായത് എവിടെയാണ് ഈ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നത്? അവിടുത്തെ ചില പ്രത്യേക രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്. ആ രാഷ്ട്രീയ താല്പര്യങ്ങൾ കൂടി മുന്നിൽ വെച്ച് വേണം നമ്മൾ ഇതിന്റെ ഒരു ലാർജർ പിക്ചർ കാണാൻ. ആ രാഷ്ട്രീയ താല്പര്യം എന്ന് പറയുന്നത് ഗവർണറുടെ മാത്രമായിട്ടുള്ള രാഷ്ട്രീയ താല്പര്യമല്ല. അപ്പോൾ ആ രാഷ്ട്രീയ താല്പര്യം വെച്ചുകൊണ്ട് തന്നെ ഈ ലീഗലായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യം അവർ എക്സ്പ്ലോർ ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ്. അത് തന്നെയാണ് ഗവർണറുടെ അഭിമുഖത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഇത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിനെ മാത്രം സ്റ്റാൻഡായി കാണേണ്ടതില്ല എന്നതാണ് എൻ്റെ ഹംബിൾ ടേക്ക്. Meet the editors.